കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ സാധ്യത. ആത്മഹത്യയെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും കുടുംബം ദുരൂഹത ആരോപിക്കുന്നു. നിതിൻ കടുത്ത ജാതി അധിക്ഷേപം നേരിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളും ഇന്നലെ പുറത്തു വന്നിരുന്നു. വിഷയം ഇന്ന് ഗവർണറുടെ മുന്നിൽ അറിയിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. DYFI, KSU തുടങ്ങിയ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിലേക്ക് ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. അതേസമയം ലോൺ ആപ്പിന്റെ ഭീഷണിയും നിതിൻ നേരിട്ടിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം തുടരുകയാണ്. ആദ്യം നമുക്ക് പിതാവ് രാജന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് ചെല്ലാം. ശ്രീലത എന്ന് പറയുന്ന അധ്യാപകയാണ് ലാസ്റ്റ് അവനെ ടോർച്ചർ ചെയ്യുന്നതാണ് എൻ്റെ മോള് പറയണത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ശ്രീലത പിന്നെ അത് കഴിഞ്ഞിട്ട് വാർഡൻ കമൽ അയാളും കൂടെ ചേർന്നാണ് അവനെ സിക്ക് റൂമിൽ മാനസിക വിഭ്രാന്തിയുള്ള അവർ താമസിക്കുന്ന ആ റൂമിൽ അവനായിട്ട് അടച്ചത്. ലോൺ ആപ്പുകൾ അവ എടുത്തിട്ട് അവ അടയ്ക്കും. കാരണം അത് നമ്മളെന്ന് പൈസ വാങ്ങിച്ചല്ലേ അടയ്ക്കുന്നത്. അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കോളേജിൽ ഞങ്ങളോട് പറയാമല്ലോ. രക്ഷകർത്താവ് ഞങ്ങളാണല്ലോ. പേരൻസിൻ്റെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ കാര്യം. അഥവാ അങ്ങനെ അധ്യാപികയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുകളെല്ലാം അവരെല്ലാവരും കയ്യിലുണ്ടല്ലോ. മരിച്ചപ്പോഴും അവർ ഞങ്ങളെ വിളിച്ചല്ലോ. പിന്നെ അതിനു മുമ്പ് എന്ത് വിളിക്കാത്ത അവനെ വിളിച്ച് ടോർച്ചർ ചെയ്ത് നിങ്ങളെ മോൻ്റെ പേരിൽ ഒരു ആപ്പിൻ്റെ പേരിൽ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ഒരു കോൾ എനിക്ക് വന്നിട്ടില്ലല്ലോ. ഒരു കോൾ എൻ്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം. അമ്മ ആശുപത്രി കിടന്നപ്പോൾ അതിൻ്റെ ആവശ്യത്തിനാണ് അവ എടുത്തത്. അവ അല്ലാത്ത പയ്യനല്ല. 1.5 മാസം SCT വട്ടപ്പാറ ആശുപത്രിയിലും മെഡിക്കൽ കോളേജായ എൻ്റെ ഭാര്യ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ്. അല്ലാതെ പൈസ അടച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ പൈസ എപ്പോഴും ഞങ്ങൾ ആശുപത്രിയിലാവുകൊണ്ടേ എനിക്കും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് മുടങ്ങിപ്പോയി. അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഉള്ളവരൊന്നുമല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ എന്നോട് വിളിച്ച് പറയണ്ട, ഞാൻ അടയ്ക്കുള്ളൂ എവിടെ നിന്ന് പറഞ്ഞായിരുന്നു. നെടുമങ്ങാട്ടെ നിതിൻ്റെ വീട്ടിൽ നിന്ന് ജിബിൻ JB തത്സമയം ചേരുന്നു. ജിബിൻ, വളരെ സങ്കടകരമായ സാഹചര്യമാണല്ലോ ഉള്ളത്. അതേപോലെ നമുക്കിപ്പം അജീഷ് ജയകുമാർ കൂടിയുണ്ട്. അപ്പം പറയൂ ജിബിൻ. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. നല്ലൊരു പ്രഭാതമല്ല എന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. അത് തന്നെയാണ്. കാരണം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു 21 വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് എൻട്രൻസിൽ ഉന്നത മാർക്കും റാങ്ക് നേടി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDS പഠിക്കുന്നതിന് വേണ്ടി എത്തിയത്. പക്ഷേ ആ എത്തിയ സമയം മുതൽ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങൾ പൊലിയുന്ന ഒരു സാഹചര്യമാണ് ആ കോളേജിൽ നിന്ന് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ അച്ഛൻ വീണ്ടും ഉന്നയിക്കുന്നത്. അതായത് ആദ്യം കോളേജിൽ എത്തുന്ന സമയത്ത് സെപ്റ്റംബർ മാസത്തിലാണ് കോളേജിലേക്ക് എത്തുന്നത്. തുടർന്ന് ആ സമയത്ത് തന്നെ നിതിൻ റാഗിങ്ങിന് ഇരയായി അങ്ങനെ പഠനം പോലും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് 1.5 മാസത്തോളം വന്ന് നിന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇതിനുശേഷം വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് നിതിൻ കോളേജിലേക്ക് വീണ്ടും തുടർ പഠനത്തിന് പോകുന്നത്. ആ സമയത്ത് പോലും കുട്ടിക്ക് ഹോസ്റ്റലിൽ നിന്ന് വളരെയധികം മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. അതായത് ഇപ്പോൾ അദ്ദേഹം ഈ നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തിരികെ കോളേജിലേക്ക് പോയ നിതിനെ കുറച്ചുനാൾ ഹോസ്റ്റലിൽ തന്നെയുള്ള ഒരു പ്രത്യേക മുറിയിലാണ് പാർപ്പിച്ചിരുന്നത്. അതായത് മാനസിക വിഭ്രാന്തി നേരിടുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന മുറിയിലാണ് നിതിനെ പാർപ്പിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ അച്ഛൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ മറ്റൊരു കാര്യം, അത് പുതിയൊരു ആരോപണം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആരോപിച്ചു. അതായത് നിതിൻ ഒരു ലോൺ ആപ്പ് എടുത്തിരുന്നു, അവിടെ നിന്ന് മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും. ഈ ലോണുമായി ബന്ധപ്പെട്ട് അധ്യാപികയ്ക്ക് നിരന്തര ഭീഷണിയൊക്കെ വന്നിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നിതിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട്. കാരണം അമ്മ ഏറെക്കാലം ചികിത്സയിലായിരുന്നു. നിതിൻ്റെ അമ്മ 1.5 മാസത്തോളം 2 ആശുപത്രികളിലായി. തിരുവനന്തപുരത്ത് തന്നെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ സമയത്താണ് നിതിൻ ഒരു ഓൺലൈൻ ലോൺ എടുത്തതെന്ന് പറയുന്നു. ആ കാര്യം വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ വീട്ടിൽ നിന്ന് പണം നൽകുകയും നിതിനത് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ചെറിയ ഇടവേള, അതായത് അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ അത് മുടങ്ങിയിരുന്നു. പിന്നീട് വീണ്ടും വീട്ടിൽ നിന്ന് നൽകുന്ന പൈസ കൃത്യമായി നിതിൻ ആ ലോൺ അടച്ചിരുന്നു എന്നും അച്ഛൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പിതാവ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിതിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അതായത് നിതിനൊരു ലോൺ എടുത്തു, അത് മുടങ്ങി, അത് കാരണം ഒരു അധ്യാപികയ്ക്ക് ഭീഷണി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കോളേജിൽ നിന്ന് അധികൃതരാരും തന്നെ വീട്ടുകാരെ അത് അറിയിക്കാത്തതെന്ന് കൂടി അച്ഛൻ ചോദിക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് കോളേജിൽ നിന്ന് അധ്യാപകരും അതുപോലെ
അതേപോലെ തന്നെ മാനേജ്മെന്റും ഒക്കെ വീടുകളിലേക്ക് വിളിക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഗുരുതര വീഴ്ച നിതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ അച്ഛനെ വിളിക്കാത്തതെന്നുള്ള ഒരു കാര്യം കൂടി ആ പിതാവ് ഇപ്പോൾ ചോദിച്ചു വയ്ക്കുന്നുണ്ട്. കാരണം അതിൽ അവർ പറയുന്ന ഒരു കാര്യം, കാരണം ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിതിൻ 3 മണിയോടുകൂടി കോളേജിലെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണു ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് ആ കോളേജിൽ നിന്ന് അവസാനമായി ഈ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. പിന്നീട് മരണം സ്ഥിരീകരിച്ച കാര്യമോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ കാര്യമോ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളും ഈ കുടുംബത്തെ ആ കോളേജ് അറിയിച്ചിട്ടില്ല. കോളേജിൽ നിന്ന് ഒരു അധ്യാപകനോ സഹപാഠികളോ മറ്റു ബാച്ചുകളിലുള്ള കുട്ടികളോ ആരും തന്നെ ഈ വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടുമില്ല. അക്കാര്യത്തിൽ കൂടി അച്ഛൻ ഒരു കാര്യം പറയുന്നത്, അതായത് മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയോ രക്ഷിതാവോ ഉണ്ടെങ്കിൽ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അന്വേഷണ സംഘത്തോടെങ്കിലും തുറന്നു പറയണം, ഈ വീട്ടിലേക്കൊക്കെ ഒന്ന് വരിയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഈ പിതാവ് ഇപ്പോൾ പറയുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.